ഗായ്സ് ഒരു തട്ടിക്കൂട്ട് ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടാലോ? ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നിനും അല്ല ഗൈസ്, വെറുതെ വീട്ടിലിരിക്കുമ്പോൾ എനിക്കൊരു ബോറടിക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാമെന്ന്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ കാല് പൊട്ടിയിരിക്കുമല്ലേ? ഗൈസ് കാലെടുത്ത് തന്നെയുണ്ട് ഗൈസ്, ഞാൻ പ്ലാസ്റ്റർ ഒന്നും എഴുതിയിട്ടില്ല. നാളെ ഡോക്ടറെ അടുത്ത് പോകണത്രേ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ഗൈസ് ഫസ്റ്റ് തന്നെ മുഖം നല്ല വൃത്തിക്ക് ക്ലീൻ ആയിട്ടിരിക്കണം. നമുക്കിനി സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഗൈസ് ഫസ്റ്റ് തന്നെ. ഗൈസ് ഒരു തട്ടിക്കൂട്ട് ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഞാൻ അതിൽ പറയുന്നത്. കുറച്ച് സാധനം വെച്ച് നമ്മൾ വീട്ടിൽ തന്നെ ഒരു തട്ടിക്കൂട്ട്. നമുക്കിതൊന്ന് ഫസ്റ്റ് ഇട്ട് കൊടുക്കാം ഗൈസ്. നിങ്ങൾ ചെയ്യുന്നില്ല സൺസ്ക്രീൻ എല്ലാം ഇടുന്നത്. ഞാൻ ഇത്ര ലേശമെന്ന് വെച്ച് ഞാൻ ലോട്ടസിൻ്റെ കിഡ്സ് സൺസ്ക്രീൻ ആണ് കേട്ടോ യൂസ് ചെയ്യാറ്. ഞാൻ എപ്പോഴെങ്കിലും യൂസ് ചെയ്യാറില്ല, അതുകൊണ്ട് അത് ഞാൻ ജൂൺ മാസത്തിൽ വാങ്ങിയത് അതുപോലെ തന്നെയുണ്ട് ഗൈസ്. ഇനി നമ്മൾ മെയിനായിട്ട് സ്റ്റോപ്പ് സ്ക്രീം ഇട്ട് കൊടുക്കുക ഗൈസ്. ഹൈലൈറ്റ് ചെയ്യാനാണ് സാധനം. ഞാൻ ലേശം മൂക്കിൻ്റെ മുടിയെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് ഗൈസ്. ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം എന്താ ഗൈസ്. പിന്നെ ഞാൻ ബ്ലെൻഡറൊന്നും യൂസ് ചെയ്യില്ല. ഫസ്റ്റ് ഞാൻ ബ്ലെൻഡർ, പിന്നെ നമ്മുടെ ആയുധമായ കൈ ഇവിടെ ഉള്ളപ്പോൾ എന്തിനാന്ന് ഗൈസ് വേറെ ബ്ലെൻഡറും സാധനങ്ങൾ. ചെറിയൊരു ജലദോഷം പോലെ ഉണ്ട്, അതാണ് നിങ്ങൾ ചുമ കേട്ടത്. ഗൈസ് അങ്ങനെ ഫുൾ സ്പ്രെഡ് ചെയ്തിട്ട് ഇനി നമുക്ക് എന്താണ് ഐലൈനർ ഇട്ട് കൊടുക്കുക ഗൈസ്. ഐലൈനർ കണ്ണ് എഴുതണമെന്ന് തീരുമാനിച്ചില്ല ഗൈസ്. എഴുതണോ വേണ്ടയോ എന്ന് ഇങ്ങനെ കൺഫ്യൂഷനാണ്. കാരണം എന്ന് വെച്ചാൽ കണ്ണ് എഴുതലില്ല ഞാനിപ്പം. ഇപ്പോൾ ഒരു സിമ്പിൾ ലോക്ക് പഠിക്കാൻ വേണ്ടി കണ്ണ് എഴുതണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. കൊളായി കഴിഞ്ഞാൽ ഞാൻ തന്നെ ഈ കാര്യം വെച്ചിട്ട് തൊടണ്ടേ. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, പൊട്ടിട്ട് അങ്ങ് അവസാനിപ്പിക്കുക ഗൈസ്. നമുക്ക് അങ്ങനെ പൊട്ട് തൊടാം. പ്രത്യേകിച്ച് എനിക്ക് കണ്ണാടി ഇല്ലാണ്ട് എനിക്ക് ഫോണിൽ നോക്കി വരച്ച് കഴിഞ്ഞാൽ ഗൈസ് കൊളത്തിയിലെ പിന്നെയും കൊള്ളാവും. അപ്പം പൊട്ട് ഞാൻ എൻ്റെ അളവിന് വെക്കുന്നതാണ് നല്ലത് എനിക്കിപ്പോൾ തോന്നുന്നു. അങ്ങനെ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ചെറിയ പൊട്ടാണ് തൊടാറ്. നിങ്ങൾക്ക് വലിയ പൊട്ട് ഇത്ര ഇഷ്ടമല്ല. ഞാൻ പിന്നെയും വലിയ പൊട്ട് തൊട്ടാൽ എൻ്റെ ഫ്രണ്ട്സെല്ലാം ചോദിക്കും ഓ ചക്ക പൊട്ടുന്നു ഗൈസ്. പിന്നെ പൊതുവേ ഇഷ്ടമല്ല. ഇനി നമ്മൾ മെയിൻ ഐറ്റം എന്താ, ലിപ്സ്റ്റിക്ക് ഗൈസ്. അങ്ങനെ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം. എൻ്റെ ലിപ് ബാം ഇല്ല ഗൈസ്. പിന്നെ ഇതിട്ടപ്പോൾ ലേശം ഡാർക്ക് ഷെയ്ഡ് അടിക്കുന്നുണ്ട്. അതെനിക്ക് ഇഷ്ടമായതുകൊണ്ട് പിന്നെ ഞാൻ അതങ്ങനെ തന്നെ വെക്കുന്നുണ്ട്. നമുക്ക് ഇട്ട് കൊടുക്കാം ഗൈസ്. ഇട്ട് കൊടുക്കാം. കുറച്ച് ഇടുന്നില്ല, എനിക്ക് ഇഷ്ടമല്ല ഗൈസ് ലിപ്സ്റ്റിക്ക് ഇടുന്നത്. എനിക്ക് ലിപ്സ്റ്റിക്ക് ഇടാതെ ഫാനല്ല ഞാൻ ഗൈസ്. എല്ലാവരും പറയും ലിപ്സ്റ്റിക്ക് ഇടാനാണ് പിള്ളേർക്ക് കൂടുതൽ ഇഷ്ടം, പക്ഷെ എനിക്ക് തിരെ ഇഷ്ടമല്ല. സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് കഴിഞ്ഞ് തുടച്ചു കളയും. എനിക്ക് തിരെ ഇഷ്ടമല്ല. പിന്നെ നിങ്ങൾ വിചാരിക്കും ഈ ഡാർക്ക് സർക്കിൾസ് ഇതെല്ലാം പിഗ്മെൻറ്റേഷൻ അതെല്ലാം വന്നത് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടാണ് ഇരിക്കുന്നതെന്ന് ഗൈസ്. ഒരിക്കലും അല്ല ഗൈസ്. ഞാൻ ജനിക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് കൂടി പോയി സംശയം. ഞാൻ ഇത്ര ഇടാറുള്ളൂ എന്നാലും. അപ്പം സെറ്റാണ് ഗൈസ്. ഇനി നമുക്ക് ബ്ലഷ് ഇട്ട് കൊടുക്കാം. എൻ്റെ അടുത്തുള്ള ബ്ലഷ് തീർന്നു. അപ്പോൾ ലിപ്സ്റ്റിക്ക് തന്നെ നമ്മൾ മെയിൻ ആയതായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് എന്താണ് ഗൈസ് ഡ്രസ്സ് മാറിയിട്ട് വരാം ഗൈസ്. ഗൈസ് ഞാൻ ഇതിൻ്റെ കൂടെ റെഡി ആയിട്ട് അങ്ങനെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ പെയർ ചെയ്യാൻ പോകുന്നത് ഈ വാച്ചാണ് ഗൈസ്. ഗോൾഡൻ കളർ. ഞാൻ തിരുവനന്തപുരം 1000 ആണോ 2000 എന്ന് എനിക്ക് ഓർമ്മയില്ല. 1000 സംതിങ് ആയൊരു വാച്ചാണ്. നല്ല ഭംഗിയാണ്, നല്ല ക്വാളിറ്റിയും ഉണ്ട്. അപ്പം ഞാനിത് വേറെ ചെയ്യാൻ പോവുകയാണ്. തിരിച്ചിട്ട് മറച്ചിട്ട് വിടുന്നുണ്ട് ഗൈസ്. അങ്ങനെ ഞാൻ വേറെ ചെയ്തു ഗൈസ്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പം ഒരു ട്രാൻസിഷനായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പം ടാറ്റാ.